കുരക്കല്ലേടാ മേഗി. ഗൈസ് സക്സസ്ഫുള്ളി ഉണ്ടാക്കാൻ നമുക്ക് പോയിട്ടില്ല. കാണിച്ചു തരാം. ഹലോ ഗൈസ്, സമയമിപ്പോൾ 1:40 നമുക്ക് വീട്ടുകാർ ഉണർത്താൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. കഠിനമായ ഡിപ്രഷനും ഉറക്കമില്ലായ്മയും കാരണം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വണ്ടി എടുത്തും കൊണ്ട് ആരെയും ഉണർത്താതെ പോവാം. ഓക്കെ, ഒരു മിനിറ്റ്. ശബ്ദം ഉണ്ടാക്കാതെ ഇറങ്ങണമല്ലോ ദൈവമേ. പട്ടി കുരയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു ദൈവമേ. അപ്പോൾ വണ്ടി പട്ടി കുരയ്ക്കാതെ വണ്ടി എടുത്ത് ഇറങ്ങട്ടെ. ഇറങ്ങി കഴിഞ്ഞിട്ട് വരാം. കുരക്കല്ലേടാ മേഗി. ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരു ശബ്ദം ഉണ്ടാക്കാൻ നമുക്ക് പോയിട്ടില്ല. പട്ടി കുറച്ചെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചിത്തോളി കിട്ടിയില്ല. ഓക്കെ, ഇനി ഹോസ്റ്റലിൽ പോയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പ്രണവ് എത്തിക്കഴിഞ്ഞു. എന്താടാ മുഖത്ത് എസ്തെറ്റിക്കോ? അതെന്താണ് നീ പറഞ്ഞതെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രണവ് എത്തിക്കഴിഞ്ഞ് ഇനി ഏത് ചായക്കടയിൽ പോകണം? എടാ ഫ്ലാഷും ഓഫായി ഓണായിരിക്കണം, അതുകൊണ്ട് ലാഗായി പോകണം. അപ്പോൾ ഇനി ഏത് ചായക്കടയിൽ പോകണമെന്ന് തീരുമാനം എടുത്തിട്ടില്ല. അളിയെ ചായക്കട ദുക്കാൻ വേണോ മാനവീയം പോകണോ? തമ്പാനൂര് ആരെയും സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ്. ഇനി ലേറ്റായ നമുക്ക് മാനവയത്ത് കയറാൻ പറ്റില്ല, പോലീസ് അടിച്ചോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മാനവയത്ത് പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, പ്ലാനിൽ ചെറിയൊരു മാറ്റം കൂടി. നമ്മൾ മാനവയം ഇന്നും പോകണില്ല. നമ്മളെ ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇവിടെ പോകണില്ല, മാനവയം പോകണില്ല. മാനവയത്ത് പോയി കഴിഞ്ഞാൽ അവസാനം മഴ പെയ്ത് കഴിഞ്ഞാൽ വയ്യ, നെറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ചായക്ക തുക്കാൻ തന്നെ ശരണം ഇന്നും. ഓക്കെ, ചായക്ക തുക്കാൻ എത്തിയിട്ട് കാണാം. ഒരിക്കലും സംസാരിച്ചുകൊണ്ട് വ്ളോഗ് എടുക്കരുത്, വണ്ടി അടിച്ചുകൊണ്ട് വ്ളോഗ് എടുക്കരുത്. നമ്മൾ റോഡ് വഴി കൂടി പോയോണ്ടെടുത്തതാണ്. ഇങ്ങോട്ടാക്കി അല്ല, പോലീസൊക്കെ ആണെങ്കിൽ എന്തിനാ പരിപാടി സാറേ? ഞാൻ ക്യാമറമാൻ, அதுதான் உண்மை. நான் வந்து இங்கே இல்லை, நான் வந்து தமிழ்நாடு. ഇവിടെയാണ് മറ്റേ വനിതാ ജയിൽ. ഇത് എന്നിട്ടാണ് അടുത്ത പോലീസ് കേസ് വരും. രാത്രി നഗരം കാണാൻ ഇറങ്ങിയതാണ്. നഗരം കഴിച്ചിട്ടുണ്ട് മണക്കാടിലേക്ക് പോകുന്ന റൂട്ടാണ് കഴിച്ചു. ബോർഡ് വയസ്സ്. അതെ, മണക്കാട്. ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഐസ്ക്രീം കടയിൽ എനിക്ക് ജോലി സെറ്റ് ചെയ്തത്. ഗൈസ്, ഈസ്റ്റ് ഹോട്ടലിൽ നല്ല കടകളൊന്നുമില്ല. നീ ആരും എടുക്കണ ഓമിയെ ഈസ്റ്റ് ഹോട്ടലിൽ നല്ല കടകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും തമ്പാനൂരിലോട്ട് തന്നെ പോകാൻ. അതിന് മുമ്പേ ഞാൻ വ്ളോഗിൽ ഇൻചാർജ് ആവും. നീ വണ്ടി ഓടിച്ചു പ്രണവ്. ഗൈസ്, ഇവിടെ ഇതാണ് വനിതാ ജയില്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഹോട്ടലിൽ നല്ല ചായക്കട ഇല്ല.
അതുകൊണ്ട് നമ്മൾ ഇനി നേരെ തമ്പാനൂർ തന്നെ പോവാണ്. ഇത് മഴ ആയതുകൊണ്ടാണ്. സാധാരണ എല്ലായിടവും ചായക്കട ഉള്ളതാണ്. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫിൻ്റെ പീക്കാണ്. വേറെ സ്ഥലത്തൊന്നും ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ മാത്രമേ എനിക്കറിയാം. ബാക്കിയുള്ള കാര്യമൊന്നും പറയരുത്. പക്ഷേ നൈറ്റ് ലൈഫിന് പൊളിയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം കിഴക്കൂട്ടം, പാളയം, ഈ ഭാഗങ്ങളെല്ലാം നൈറ്റ് ലൈഫിൻ്റെ പീക്കാണ്. ശംഖുമുഖം. ഓക്കെ, അതോ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും തമ്പാനൂർ ഇനിയിപ്പോൾ അടുത്ത് എന്തായാലും ചായക്കട ഉണ്ടാകുന്നതേ ഉള്ളൂ. മന എന്തായാലും അടച്ചു കാണും. സമയം എന്തായാലും 2:30 കഴിഞ്ഞു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ചായക്കട എത്തി. നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലുള്ള ചായക്കടയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചായക്കടയിൽ അത് കുറച്ചും കൂടി വൃത്തിയും സൗകര്യമുള്ള ചായക്കടയാണ്. വൃത്തിയും സൗകര്യത്തിൻ്റെ കാര്യമില്ല, ചായ നന്നായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പ്രണവാളിയാൻ പറഞ്ഞ് ഇവിടുത്തെ ചായ വലിയ സീനുണ്ടാവില്ല. അങ്ങനെ പ്രണവിൻ്റെ സജഷൻ പ്രകാരം നമ്മൾ ചായക്കട ഇറങ്ങിയിരിക്കുകയാണ്. ജീസെടുത്താലേ ചേട്ടാ 2 ചായ തീർന്നാ? അപ്പോൾ വേറെ ഒന്നുമില്ല. വീണ്ടും എന്തായാലും ചായ ക്ലോസ് ആയി. അപ്പോൾ ഇനി ഈ ചായ കുടിക്കണമെങ്കിൽ ഇത് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചായ കുടിക്കണോ? ഇല്ല, എല്ലാം ക്ലോസ്. ഗൈസ് ഇന്ന് മഴ ആയതുകൊണ്ടാണ് ഗൈസ്. ഇല്ല, എനിക്ക് തമ്പാനൂർ ഇങ്ങനെയല്ല, നമ്മളെ തിരുവനന്തപുരം ഇങ്ങനെയല്ല അല്ലേടാ. ഇല്ലാണെങ്കിൽ ഓണായിങ്ങനെ നമ്മൾ കുറച്ച് ലേസ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ലേസ് കഴിച്ചിട്ട് വരാൻ കഴിയും. ചക്കര പന്തലിൽ ചക്രവർത്തി ലെഫ്റ്റ് ഷട്ടർ അടച്ചതാ കടയട. അല്ല, ട്രാൻസ്ഫോമർ ഇതായത് ട്രാൻസ്ഫോമർ കത്തിയതാണ്. പക്ഷെ കടയുടെ ഷട്ടറാണ്. രണ്ടാമത് നമ്മൾ തിരിച്ച് ബാഗിലോട്ട് നോക്കിയപ്പോൾ ആ സൗണ്ട് കേട്ടാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ തമ്പാനൂർ ചായ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇടപ്പഴിയിലെത്തിയിട്ടുണ്ട്. ഇടപ്പഴിയിൽ ഒരു ചെറിയ വിളക്കൊക്കെ വെച്ച സെറ്റപ്പ് ഒരു ചെറിയ ചായക്കടയുണ്ട്. വിളക്ക് കാണിച്ചു തരാം. മതി, വിളക്കുണ്ടെങ്കിൽ ചായ ഉണ്ടെന്നാണ് അർത്ഥം. ഇവിടെ ഈ കടയിൽ ഓക്കെ, നമുക്ക് ചായക്കട കയറിയിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കമോൺ, കണ്ണുണ്ടല്ലേ? പഴംപൊരി വേറെ ഒന്നും ഞാൻ ഹെൽമെറ്റ് വീട്ടില്ല. മീഡിയം പോരെ? നല്ല ചൂട് പഴംപൊരി, ഒരു രക്ഷയില്ല. ഇവിടെ വന്ന് എന്നെ പഴംപൊരി കഴിക്കുക എല്ലാവരും. ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടില്ല. ചായ കുടിച്ചത് ഇടപ്പഴിയിലാണ്. ഇടപ്പഴിയിലെ നഗര കാഴ്ചകൾ.